അച്ഛൻ ശവസംസ്കാരത്തിന് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാവുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിഷമം? ഭർത്താവിൻ്റെ അപ്പൻ എന്നെ കൂടെ ശല്യപ്പെടുത്തുന്നു. ഭർത്താവ് മദ്യപിച്ചു വന്ന് എന്നെ മർദ്ദിക്കുകയും ചീത്ത പറയുകയും എൻ്റെ ഉറക്കം കെടുത്തുകയും ചെയ്യും. കുറേ കാലമായി ഞാനിങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് സഹിക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയാത്ത ദുഃഖം എന്നിലുണ്ട്. ഈ ദുഃഖവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തന്നെയാണ് താല്പര്യം. നിൻ്റെ ജീവിതം ഇതിലും കഷ്ടത്തിലായാൽ പോലും നീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. കാരണം ആത്മാവിനെ നിനക്ക് തന്ന ദൈവം നിനക്ക് വലിയൊരു ദാനമാണ് തന്നത്. ആത്മാവിലൂടെയാണ് നീ ജീവിക്കുന്നത്. നീ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങണം. നീ ഇപ്പോൾ ചിന്തിക്കുന്നത് നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചാണ്, ഭർത്താവിൻ്റെ ശല്യങ്ങളെക്കുറിച്ചാണ്. നിൻ്റെ ഭർത്താവിൻ്റെ പിതാവ് നിന്നെ ശല്യപ്പെടുത്തുന്നതിൽ നിനക്ക് വളരെ സങ്കടമുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെ പരിഹരിക്കുവാൻ നീ ആത്മാവിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. നീ എന്തെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? നീ ഇത്രയും അധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവളും ഇത്രയധികം കഷ്ടങ്ങൾ സഹിക്കുന്നവളുമായിട്ട് നീ എന്തെങ്കിലും കണ്ണുനീരോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ടോ?